السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي آمين يا رب العالمين. പ്രിയപ്പെട്ട സദ്വിശ്വാസികൾ, ഇമാം നവവി റഹിമഹുല്ലാ ക്രോഡീകരിച്ച റിയാദുസ് സാലിഹീൻ എന്ന ഹദീസ് ഗ്രന്ഥത്തിൽ ബാബു സബറുമായി ബന്ധപ്പെട്ട ഹദീസുകളാണ് നാം വായിച്ചത്. അതിലടുത്ത ഹദീസ് കിതാബിലെ 26ാമത്തെ ഹദീസ്. وعن أبي سعد بن مالك بن سنان الخدري رضي الله عنه أن ناسا من الأنصار سألوا رسول الله صلى الله عليه وسلم فأعطاهم. അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ മുഴുവൻ പേരാണ് സഅദ് ബിൻ മാലിക് ബിൻ സിനാൻ അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഉദ്ധരിക്കുന്ന ഹദീസാണ്. അദ്ദേഹം പറയുന്നു, അന്ന നാസൻ മിനൽ അൻസാരി സഅലു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅതാഹും. അൻസാരികളിൽപ്പെട്ട ചില ആളുകൾ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഓരോ കാര്യങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടേയിരുന്നു. അഥവാ ഭൗതികമായിട്ടുള്ള വസ്തുക്കൾ, ആടും അതുപോലെ തന്നെ സമ്പത്തായിട്ടും അതുപോലുള്ള കാര്യങ്ങൾക്കായിട്ട് ചോദിച്ചുകൊണ്ടേയിരുന്നു. അള്ളാഹിന്റെ റസൂലിന്റെ കയ്യിലുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളം നൽകാറുമുണ്ട്. അപ്പൊ അങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നു. അപ്പൊ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമർക്കൊക്കെ കൊടുത്തു. സുമ്മ സഅലൂഹു ഫഅതാഹും, വീണ്ടും ചോദിച്ചു, വീണ്ടും കൊടുത്തു, ചോദിക്കുന്ന അത്രയും കൊടുത്തുകൊണ്ടിരുന്നു. ഹത്താ നഫദ മാ ഇൻദഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലുള്ളത് തീരുന്നത് വരെ അവർ ചോദിച്ചു, തീരുന്നത് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുക്കുകയും ചെയ്തു. ഫഖാല ലഹും, അങ്ങനെ ഇനി ഒന്നും നൽകാനില്ല എന്ന അവസ്ഥ എത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, ഹീന അൻഫഖ കുല്ല ഷൈഇൻ ബിയദിഹി, കയ്യിലുള്ള എല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ യകുൻ ഇൻദി മിൻ ഖൈറിൻ ഫലൻ അദ്ഖിറഹു അൻകും, എൻ്റെ കയ്യിൽ എന്തെങ്കിലും സമ്പത്ത്, ഖൈർ എന്നുള്ള പദത്തിന് സമ്പത്ത് എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട്. ഖൈർ എന്നുള്ള പദം സമ്പത്ത് എന്നുള്ള അർത്ഥത്തിൽ ഖുർആനിലും ഹദീസിലും എല്ലാം വന്നിട്ടുണ്ട്. അൽഹാക്കും തകാസുർ, അതുപോലെ സൂറത്തുകളിലും ഹദീസുകളിലും ഖൈർ സമ്പത്തിന് ഉപയോഗിക്കാറുണ്ട്. അപ്പൊ എൻ്റെ കയ്യിൽ സമ്പത്തായിക്കൊണ്ട് അല്ലെങ്കിൽ ആ നിലക്കുള്ള കാര്യങ്ങളായിക്കൊണ്ട് എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് നൽകാതെ ഞാനത് എടുത്തു വെക്കുന്ന, അദ്ഖിറുഹു പറഞ്ഞാൽ ഞാനത് എടുത്തു വെക്കുന്ന, സ്റ്റോക്ക് ചെയ്ത് വെക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവില്ല, ഞാൻ നിങ്ങൾക്ക് എന്തായാലും തരും. എന്നിട്ട് പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, വമൻ യസ്തഅഫിഫ് യുഇഫഹുല്ലാഹ്, ആരാണോ ഇഫ്ഫത്ത് ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ അത് തേടുന്നത്. ഇഫ്ഫത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ അർത്ഥം പറയാറുള്ളത് ചാരിത്ര ശുദ്ധി എന്നുള്ള അർത്ഥത്തിലാണ്. അതിന്റെ പൊതുവായിട്ടുള്ള അർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ ഹറാമിലേക്ക് പോകാതെ ഹലാലിൽ തൃപ്തിപ്പെടുക, അല്ലെങ്കിൽ ആ നിലക്കൊന്നും പോകാതെ തൃപ്തിപ്പെട്ട് ജീവിക്കുക എന്നുള്ളതാണ്. അത് രണ്ടു തരത്തിലാണ് പൊതുവായി ഉപയോഗിക്കാറ്. ഒന്നുള്ളത് ലൈംഗികമായിട്ടുള്ള ശുദ്ധിയിൽ, ചാരിത്ര ശുദ്ധിയിൽ ഹലാലായതിൽ മാത്രം ഒതുങ്ങി നിന്ന് ആ രീതിയിൽ തെറ്റുകളിലേക്കൊന്നും പോകാതിരിക്കുക എന്നുള്ളത്. രണ്ട്, സാമ്പത്തിക വിഷയത്തിൽ നമുക്ക് അല്ലാഹു തആല വിധിച്ചിട്ടുള്ള ഹലാലായതിൽ മാത്രം ഒതുങ്ങി മറ്റുള്ളവരോട് യാചിക്കുന്നതിലേക്കോ അല്ലെങ്കിൽ ആ നിലക്ക് ഹറാമായ നിലക്കുള്ള കാര്യങ്ങളിലേക്കും മറ്റുള്ളവരോട് യാചിക്കുന്ന നിലക്കൊന്നും പോകാതിരിക്കുക എന്നുള്ളത്. ഈ രണ്ട് അർത്ഥത്തിൽ ഇഫ്ഫത്ത് എന്നുള്ള പദം ഉപയോഗിക്കാറുണ്ട്. ഇവിടെ അർത്ഥം ഇങ്ങനെ മറ്റുള്ളവർ, ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്ന് യാചിക്കുന്ന പോലെയാണ് അവർ ചോദിച്ചിട്ടുള്ളത്. അപ്പോ അങ്ങനെ ചോദിക്കാതെ ആരാണോ ഇഫ്ഫത്ത് കാത്തു സൂക്ഷിക്കുന്നത് അവൻ അല്ലാഹു തആല ഇഫ്ഫത്ത് നൽകും. ആ ഇഫ്ഫത്ത് തേടുന്നത്, ആഗ്രഹിക്കുന്നത് ആരാണോ അവൻ അല്ലാഹു തആല ഇഫ്ഫത്ത് നൽകും. വമൻ യസ്തഗ്നി യുഗ്നിഹില്ലാഹ്, ആരാണോ ഇസ്തിഗ്നാ അഥവാ മറ്റുള്ളവരോട് ആശ്രയിക്കാതെ ആ നിരാശ്രയത്വം കാത്തു സൂക്ഷിക്കുന്നത്, അള്ളാഹുവിനോട് ആശ്രയിക്കാം അതോ മറ്റുള്ള ആളുകളുടെ മേലെ ആശ്രയിച്ച് ജീവിക്കാൻ ശ്രമിക്കുന്നത്, അവൻ അല്ലാഹു തആല ഗനിയാക്കും, അവനെ ആ രീതിയിൽ അല്ലാഹു തആല ആക്കും. വമൻ യതസബ്ബർ യുസബ്ബിർഹുല്ലാഹ്, ആരാണോ ക്ഷമ പരിശീലിക്കുന്നത്, ക്ഷമിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നത്, അവനെ അല്ലാഹു തആല ക്ഷമാലു ആക്കുന്ന, ക്ഷമിക്കാനുള്ള അവസ്ഥയിൽ അവനെ ആക്കുകയും ചെയ്യും. വമാ ഉതിയ അഹദുൻ അതാഅൻ ഖൈറൻ വഔസഅ മിനസ് സബ്ർ, ഒരാൾക്കും വമാ ഉതിയ അഹദുൻ അതാഅൻ ഖൈറൻ വഔസഅ മിനസ് സബ്ർ, ക്ഷമയേക്കാൾ ഉത്തമമായ വിശാലമായ ഒന്നും തന്നെ ഒരാൾക്കും നൽകപ്പെട്ടിട്ടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം.
ഈ ഹദീസിൽ പ്രധാനപ്പെട്ട ഉദ്ദേശം മറ്റുള്ളവരോട് യാചിക്കുന്ന അല്ലെങ്കിൽ മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കുന്ന ദുനിയാവിന്റെ വിഭവങ്ങളിൽ കുറവ് വരുമ്പോൾ അതിൽ ക്ഷമിക്കാതെ ഈ നിലക്ക് ജീവിക്കുന്ന ആളുകൾ, യാചന എന്നുള്ളത് പൊതുവെ മറ്റുള്ള ആളുകളോട് ചോദിക്കുക എന്നുള്ളത്, യാചിക്കുക എന്നുള്ളത് നിർബന്ധിത ഘട്ടങ്ങളിലല്ലാതെ, എന്തെങ്കിലും ഒരാൾക്ക് ഒരു കച്ചവടത്തിൽ മുസീബത്ത് വന്നു, അതല്ല എങ്കിൽ പിന്നെ ഒരാൾക്ക് ദിയ കൊടുക്കാൻ, എന്തെങ്കിലും ബ്ലഡ് മണി, എന്തെങ്കിലും കുറ്റത്തിന്റെ മേലെ ബ്ലഡ് മണി കൊടുക്കാൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് മറ്റുള്ളവർക്ക് യാചിക്കാൻ അനുവാദം നൽകിയിട്ടുള്ളത് നിർബന്ധിത സാഹചര്യങ്ങളിൽ. അല്ലാത്ത ഘട്ടങ്ങളിൽ യാചന എന്നുള്ളത് നിരുത്സാഹപ്പെടുത്തിയിട്ടുള്ള ചില പണ്ഡിതന്മാർ അത് ഹറാമാണ് എന്ന് തന്നെ പറഞ്ഞത് കാണാം. അത്ര ഒരു മോശപ്പെട്ട അല്ലെങ്കിൽ അത്ര ഒഴിവാക്കേണ്ട കാര്യമായിട്ടാണ് ഇസ്ലാം അതിനെ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇവരിങ്ങനെ ചോദിച്ചു നബി കൊടുത്തു. എന്നിട്ട് അവരോട് പറയാണ്, എന്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തരാതെ ഞാൻ എന്ത് ചെയ്യില്ല, എടുത്തു വെക്കൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേയറ്റം ഔദാര്യശീലമുള്ള, സ്വന്തം കുടുംബത്തിന് മാറ്റി വെച്ചിട്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വർഷത്തിന് വേണ്ടി കുടുംബത്തിന് ആവശ്യമുള്ള കാര്യങ്ങൾ മാറ്റി വെക്കാറുണ്ടായിരുന്നു. പക്ഷെ അവിടുന്ന് ധാരാളം സ്വതക്ക നൽകുന്നത് കാരണത്താൽ അത് നേരത്തെ കഴിഞ്ഞു പോകാറാണ്. അപ്പോൾ അതുപോലും നൽകുന്ന ആളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഞാനൊന്നും നിങ്ങൾക്ക് നൽകാതെ ഞാൻ എടുത്തു വെക്കില്ല. എന്നിട്ട് അവർക്ക് ഇഫ്ഫത്ത് കാത്തു സൂക്ഷിക്കാൻ, ഖനിയായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങൾ പറഞ്ഞത്. ഇഫ്ഫത്ത് ആരാണോ ആഗ്രഹിക്കുന്നത്, ആരാണോ അതിന് തേടുന്നത്, പരിശ്രമിക്കുന്നത്, അവൻ അല്ലാഹു തആല നൽകും. അത് ഈ സമ്പത്തിന്റെ വിഷയത്തിലാണെങ്കിലും ചാരിത്ര ശുദ്ധിയുടെ വിഷയത്തിലാണെങ്കിലും അങ്ങനെയാണ്. അങ്ങനെ ജീവിക്കണമെന്ന് അവൻ പരിശ്രമിക്കുകയും ആഗ്രഹിക്കുകയും എല്ലാം ചെയ്യുന്നുണ്ടെങ്കിൽ അതിലുള്ള തൗഫീഖ് നൽകും. അതുപോലെ തന്നെ മറ്റുള്ളവരെ ആശ്രയിക്കാതെ ഖനിയായിക്കൊണ്ട് ജീവിക്കണം, മറ്റുള്ളവരോട് യാചിക്കാതെ ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ അതിന് പരിശ്രമിക്കുന്നത് അവനെ അല്ലാഹു തആല അങ്ങനെയാക്കും. നമ്മുടെ ബാബുമായി ബന്ധപ്പെട്ടാണ് മൂന്നാമത് പറഞ്ഞത്, വമൻ യതസബ്ബർ യുസബ്ബിർഹുല്ലാഹ്. ആരാണോ ക്ഷമ പരിശീലിക്കുന്ന അല്ലെങ്കിൽ ക്ഷമയോടുകൂടി ജീവിക്കണം, ക്ഷമ ഉണ്ടാവണം എന്ന നിലക്ക് ആരാണോ പണിയെടുക്കുന്നത് അവനെ അല്ലാഹു തആല ക്ഷമ നൽകി അവനെ സഹായിക്കുകയും ചെയ്യും. എന്നിട്ട് ഈ ഹദീസിന്റെ അവസാനത്തിൽ ഇവിടെ ഈ ഹദീസിന്റെ സിയാഖ് ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാമ്പത്തികമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളിൽ കുറവ് വരുമ്പോൾ, ഞെരുക്കം വരുമ്പോൾ അതിൽ ക്ഷമയോടുകൂടി പിടിച്ചിരിക്കുക എന്നുള്ളതാണ്. എന്നിട്ട് അവസാനത്തിൽ പറഞ്ഞു, ക്ഷമയേക്കാൾ വിശാലവും ഹൈറുമായിട്ടുള്ള ഒന്നും ഒരാൾക്കും നൽകപ്പെട്ടിട്ടില്ല. അപ്പോൾ വലിയൊരു നിഅമത്താണ് ക്ഷമിക്കാൻ സാധിക്കുക എന്നുള്ളത്. ക്ഷമ എന്നുള്ളതിന്റെ ആശയം നമ്മൾ പറഞ്ഞു വിശാലമായ ഒന്നാണ്. പക്ഷേ ക്ഷമ എന്നുള്ളത് ദീനിന്റെ എല്ലാ ഭാഗങ്ങളും ഉൾക്കൊള്ളുന്ന മഹത്തായിട്ടുള്ള ഒരു കാര്യമാണ് ക്ഷമിക്കുക. അത് സമ്പത്ത് ഞെരുക്കം വരുമ്പോഴാകട്ടെ, പാപങ്ങളിൽ നിന്ന് ഒഴിവാക്കുന്നിടത്താവട്ടെ, സൽക്കർമ്മങ്ങൾ ചെയ്യുന്നിടത്താവട്ടെ, അത് മഹത്തായിട്ടുള്ള ഒരു കാര്യമാണ്. അടുത്ത ഹദീസ്, وعن أبي يحيى سهيب بن سنان رضي الله عنه قال قال رسول الله صلى الله عليه وسلم. സുഹൈബ് الرومي رضي الله عنه, അദ്ദേഹത്തിന്റെ പേരാണ് അബൂ യഹ്യ സുഹൈബ് ഇബ്നു സിനാൻ എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അജബൻ ലിഅംരിൽ മുഅ്മിൻ, മുഅ്മിനിന്റെ കാര്യം അത്ഭുതമാണ്. ഇന്ന അംറഹു കുല്ലഹു ലഹു ഖൈർ, അവന്റെ എല്ലാ കാര്യവും അവന് നന്മയാണ്, ഏതൊരവസ്ഥയും അവന് നന്മയാണ്. വലൈസ ദാലിക ലിഅഹദിൻ ഇല്ലാ ലിൽ മുഅ്മിൻ, ഒരു മുഅ്മിൻ അല്ലാതെ ഇതുപോലൊരു അവസ്ഥയില്ല. അഥവാ ജീവിതത്തിലെ എല്ലാ ഘട്ടങ്ങളും, എല്ലാ സാഹചര്യങ്ങളും, എല്ലാ അവസ്ഥകളും ഖൈറാകുന്ന അവസ്ഥ ഒരു മുഅ്മിൻ അല്ലാതെ ഇല്ല. ഇൻ അസാബത്ഹു സറാഉ ശകറ, അവന് സന്തോഷമുള്ള അല്ലെങ്കിൽ അവന് അനുഗ്രഹമായിട്ടുള്ള കാര്യങ്ങൾ ലഭിക്കുമ്പോൾ അവൻ ശകറ, നന്ദി കാണിക്കും. ഫകാന ഖൈറൻ ലഹു, അതവന് നല്ലതാണ്, അവന് ഖൈറാണ്. വൈൻ അസാബത്ഹു ബറ, ഇനി ദോഷമായിട്ടുള്ള ഞെരുക്കമാവുന്ന ബുദ്ധിമുട്ടുകളാണ് ബാധിക്കുന്നെങ്കിലോ, രോഗമോ ദാരിദ്ര്യമോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിലോ, സ്വബറ, അവൻ ക്ഷമിക്കും, അള്ളാഹുവിന്റെ വിധിയാണെന്നുള്ള ക്ഷമിക്കും. ഫകാന ഖൈറൻ ലഹു, അതും അവന് ഖൈറായി തീരും. റവാഹു മുസ്ലിം. ഈ ഒരു ഹദീസ് എന്നുള്ളത് ഒരാളുടെ മനസ്സമാധാനത്തിന്റെ, അല്ലെങ്കിൽ ഇപ്പൊ ധാരാളം ആളുകൾ, ഒരുപാട് ആളുകൾ നമുക്കറിയാം, അവർക്ക് രാത്രി ഉറക്കമില്ലാതെ ഉറക്കഗുളിക കഴിക്കേണ്ടി വരുന്ന ആളുകൾ, അവർക്ക് സമ്പത്ത് ഉണ്ടാവും, വേറെ പലതും ഉണ്ടാവും, പക്ഷെ എന്നാലും ഉറക്കാൻ സാധിക്കാത്ത, മാനസികമായി സമ്മർദ്ദത്തിലായിട്ടുള്ള ആളുകൾ, ഡിപ്രഷൻ അനുഭവിക്കുന്ന ആളുകൾ, എന്തെങ്കിലും ഒരു ചെറിയ കാര്യം വരുമ്പോഴേക്കും ആകെ തളർന്നു പോകുന്ന ആളുകൾ, അങ്ങനെ പല അവസ്ഥയിലും ബുദ്ധിമുട്ടുന്ന ആളുകളെ കാണാം. യഥാർത്ഥത്തിൽ ഈമാൻ ശക്തമാണോ, ഈമാൻ യഥാർത്ഥ നിലയിലെത്തിയിട്ടുണ്ടോ, അവനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഹദീസിൽ പറഞ്ഞതുപോലെയാണ്. അത്രയും മനസ്സിന് സമാധാനമേകുന്ന ഒരു ഹദീസാണിത്. അത് രണ്ടവസ്ഥ, ഒരു മനുഷ്യന്റെ ഏറ്റവും രണ്ടവസ്ഥയാണ്. ഒന്ന്, അവൻ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിലാവുക, അവന് നല്ല വരുമാനമുണ്ട്, നല്ല ആരോഗ്യമുണ്ട്, അവന് ഭാര്യയുണ്ട്, മക്കളുണ്ട്, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നല്ല രീതിയിലാവുക, എല്ലാം നല്ല രീതിയിൽ പോവുക. അതാണ് സർറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷമുള്ള അവസ്ഥ. അപ്പോ ഒരു മുഅ്മിനാണെങ്കിൽ അവൻ എന്ത് ചെയ്യും? അവൻ നന്ദി കാണിക്കും, ഇതെന്റെ റബ്ബ് തന്നതാണ്.
ഇതെന്റെ റബ്ബിന്റെ അനുഗ്രഹമാണ്, ഇത് ഞാൻ നന്ദി കാണിക്കേണ്ടതുണ്ട്. അള്ളാഹുവിനുള്ള നന്ദി അവൻ കാണിച്ചു കൊടുക്കും, അവൻ നന്ദി കാണിക്കും, അവൻ നന്ദി കാണിക്കുന്ന ഒരാളായി തീരും. ഇതേ സമയം ഒരു കാഫിറാണെങ്കിലോ, ഒരു കാഫിറിന് ഭൗതികമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ലഭിച്ചു വിചാരിക്കുക, ധാരാളം സമ്പത്ത്, സൗകര്യങ്ങൾ, കാര്യങ്ങളൊക്കെ. നമ്മൾ വിചാരിക്കുന്നത് അവൻ ഭയങ്കര സന്തോഷത്തിനും സമാധാനത്തിലുമാണ് എന്ന്. എന്നാൽ ഒരു കാഫിറിന്റെ അവസ്ഥ എന്തായിരിക്കും എന്നറിയോ? അവനുണ്ടാകുന്നത് ഒന്ന്, ഇതെല്ലാം നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ഭയങ്കര ബേജാറായിരിക്കും. ഇത് നഷ്ടപ്പെട്ടു പോകുമോ, കാരണം അള്ളാഹ് അന്നു എന്നുള്ളവർക്ക് അന്ന് കാണിക്കേണ്ട അവസ്ഥയല്ല, ഇതൊക്കെ നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ബേജാറായിരിക്കും. അതേസമയം തന്നെ അവന് രണ്ടാമത്തെ ഒരു അവസ്ഥ കൂടി ഉണ്ടാവും. അതെന്താണ്? ഇനിയും കിട്ടണം എന്നുള്ള ആർത്തി, ഇനിയും ഇത് പോരാ, ഇനിയും കിട്ടണം എന്നുള്ള ആർത്തി. ഇതിന്റെ രണ്ടിന്റെയും നടുവിൽ അവൻ ഈ അനുഗ്രഹങ്ങൾ ഒരിക്കലും അത് ആസ്വദിക്കാനോ അത് ഉപയോഗിക്കാനോ അത് യഥാർത്ഥ രൂപത്തിൽ ജീവിതത്തിൽ കൊണ്ടുനടക്കാനോ സാധിക്കില്ല. എന്നാൽ നന്ദി കാണിക്കുന്ന ഒരാൾക്ക് മാത്രമേ അത് സാധിക്കുകയുള്ളൂ. ഇനി ഒരു പരീക്ഷണം വന്നു, ഒരു മുസീബത്ത് ബാധിച്ചു, ഒരു രോഗം ബാധിച്ചു, അല്ലെങ്കിൽ ആരെങ്കിലും മരണപ്പെട്ടു, അതല്ലെങ്കിൽ കച്ചവടത്തിൽ നഷ്ടം വന്നു, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായി വിചാരിക്കാം. ഒരു മുഅ്മിനാണെങ്കിൽ എന്താണ്? അവനറിയാം അല്ലാഹു സുബ്ഹാനഹു വ തആല എന്റെ മേലെ വിധിച്ചതാണിത്, അതിലവൻ ക്ഷമിക്കുക എന്നുള്ളത് അവന്റെ നിർബന്ധ ബാധ്യതയാണെന്ന് അറിയാൻ അവൻ അതിൽ ക്ഷമിക്കും. ക്ഷമയുടെ അപ്പുറത്തേക്ക് ഒരുപാട് ദർജകളുണ്ട്. ക്ഷമയുടെ മുകളിലായിക്കൊണ്ട് ഒരുപാട് ദർജകൾ ക്ഷമയേക്കാൾ മുകളിലുണ്ട്. ഇപ്പൊ ഒരു മുഅ്മിനിന്റെ ബേസിക്, ഒരു മുഅ്മിനാണ് എന്നുള്ളതിന്റെ ബേസിക് ക്വാളിറ്റി അല്ലെങ്കിൽ നിർബന്ധമായിട്ടാണ് ക്ഷമിക്കുക എന്നുള്ളത്. അതിനു മുകളിൽ ഈമാനിന്റെ ശക്തി അനുസരിച്ച് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ സാദുൽ മആദിലെ തിബ്ബുൻ നബിയുടെ ബാബിൽ കൽബുമായി ബന്ധപ്പെട്ട ശിഫാകൾ പറയുന്നുണ്ട്, മുസീബത്ത് ബാധിക്കുമ്പോൾ ഒരു മുസ്ലിം, സാധാരണ ഒരു മുസ്ലിം മുഅ്മിൻ അവൻ ക്ഷമിക്കും, നിർബന്ധമാണ്. അതിനേക്കാൾ ഈമാനിക ശക്തിയുള്ളവൻ അതിൽ തൃപ്തിപ്പെടും. അതിനേക്കാൾ ഈമാനികമായ ശക്തിയുള്ളവൻ അതിൽ ഹംദ് പറയും, അള്ളാഹുവിനെ സ്തുതിക്കും. അതിനേക്കാൾ ഈമാനികമായ ശക്തിയുള്ളവൻ ശുക്ർ കാണിക്കും, മുസീബത്ത് ബാധിക്കുന്നതിൽ ശുക്ർ കാണിക്കും. അതിനേക്കാൾ ഈമാനികമായ ശക്തിയുള്ളവൻ അള്ളാഹുവിനെ കാണാനുള്ള അവന്റെ ആഗ്രഹം വർദ്ധിക്കും. ഈ ദർജയിൽ ഒരു മുഅ്മിനായി തീരും. എന്നിട്ട് കാഫിറിന്റെ അവസ്ഥ പറയുന്നുണ്ട്. കാഫിറാണെങ്കിൽ നിരാശപ്പെടും, അതുപോലെ തന്നെ കുഫറിന്റെ വാക്കുകളും, മുനാഫിക്കാണെങ്കിൽ നിരാശപ്പെടും, അള്ളാഹുവിന്റെ റസൂലിലുള്ള വിശ്വാസം നഷ്ടപ്പെടും. അത് അവന്റെ കുഫറിന്റെ അളവനുസരിച്ച് അവൻ കുഫറിന്റെ വാക്കുകൾ പറയും, അള്ളാഹുവിനെ നിഷേധിക്കും, ആ നന്ദികെട്ട പ്രവർത്തനങ്ങൾ ചെയ്യും, അങ്ങനെ ലഹരിയും അതുപോലെ തെമ്മാടിത്തരങ്ങളും അതുപോലുള്ള കാര്യങ്ങളിലേക്ക് അവൻ പോകും. ഈ രണ്ടവസ്ഥയിലാണ് മുഅ്മിനും കാഫിറും നിൽക്കുന്നത്. ഇതിൽ മുഅ്മിന്റെ അവസ്ഥ ആലോചിച്ച് നോക്കി. അള്ളാഹുവിന്റെ വിധി ഉൾക്കൊള്ളുന്നത് വഴി അവന് കൂടുതൽ അള്ളാഹുവിന്റെ അടുക്കൽ അടുക്കാനും ജീവിതത്തിൽ എല്ലാ നന്മയും കൂടുതൽ ലഭിക്കുന്നു. ഇതാണ് പറഞ്ഞത്, ഏതവസ്ഥയും ഒരു മുഅ്മിനിന് ഖൈറാണ്. ഇത് മാത്രമല്ല, അള്ളാഹുവിനെ അനുസരിക്കാൻ സാധിച്ചു, അതവന് ഖൈറാണ്. ഇനിയൊരു മുഅ്മിന് പാപം സംഭവിച്ചു, അതവന് ഖൈറാകുന്നതാണ്. എങ്ങനെ അത് ഖൈറാകുക? ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ് ശിഷ്യന്മാരോട് ഈ ഹദീസും അതുപോലുള്ള കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് ഒരു മുഅ്മിന് എന്ത് അള്ളാഹു വിധിച്ചാലും അതവന് ഖൈറാണെന്ന് പറയുമ്പോൾ ശിഷ്യന്മാർ ചോദിക്കേണ്ടായി, അപ്പൊ ഒരു മുഅ്മിന് പാപം അള്ളാഹു വിധിച്ചിട്ടുണ്ടെങ്കിലും അതവന് ഖൈറാകും, അതെങ്ങനെ ഖൈറാവുക? ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ് പറഞ്ഞു, അതും അവന് ഖൈറാകും. എപ്പോൾ? ആ പാപം കാരണത്താൽ അവന്റെ കൽബ് പൊട്ടിത്തകർന്ന് കണ്ണ് കലങ്ങി അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങി അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാനുള്ള കാരണമായി തീരുമ്പോൾ ആ പാപം അവന് സംഭവിച്ചതും ഖൈറായി തീരും. അപ്പൊ ഒരു മുഅ്മിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അത്ഭുതമാണ്. ഇതൊരു മുഅ്മിൻ അല്ലാതെ ഒരിക്കലും ഉണ്ടാവില്ല. ഒരു മുഅ്മിൻ അല്ലാതെ ഒരു പാപം സംഭവിച്ചാൽ തൗബ ചെയ്ത് മടങ്ങണം എന്നറിയില്ല, എങ്ങനെ തൗബ ചെയ്ത് മടങ്ങണം എന്നറിയില്ല. അപ്പൊ ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതം എല്ലാ സമയത്തും ഖൈറാണ്. നമ്മുടെ ബാവുമായി ബന്ധപ്പെട്ടത് ഏതൊരു മുസീബത്ത് ബാധിച്ചാലും ക്ഷമ കാണിക്കുക എന്നുള്ളത്, ഇത് അള്ളാഹുവിന്റെ വിധിയാണ്, ഇത് ഞാൻ അംഗീകരിക്കണം, ഇത് ഞാൻ ഉൾക്കൊള്ളണം എന്നുള്ള ആ ഒരു അവസ്ഥയിൽ സ്വന്തത്തെ പിടിച്ചു നിർത്തുക എന്നുള്ളത് മഹത്തരമായിട്ടുള്ള കാര്യമാണ്. അടുത്ത ഹദീസ്, വഅൻ അനസ് റളിയല്ലാഹു അൻഹു ഖാല ലമ്മാ സഖല النبي صلى الله عليه وسلم جعل يتغشاه الكرب. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണസമയവുമായി ബന്ധപ്പെട്ട് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മരണസമയത്ത് രോഗം മൂർച്ഛിച്ചു, വളരെയധികം ബുദ്ധിമുട്ടുള്ള അവസ്ഥയായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇടക്ക് ബോധം നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇടക്ക് തലയുടെ മുകളിലൂടെ തുണി ഇടുന്ന അവസ്ഥയുണ്ട്, പുതപ്പിട്ട് ഇരിക്കുന്ന അവസ്ഥയുണ്ട്, പിന്നെ പുറത്തെടുക്കും, അങ്ങനെ ബോധം പോയി വന്നു നിൽക്കുന്ന അങ്ങനെ ഒരു അവസ്ഥയാണ്. ഫഖാലത് ഫാത്തിമ, ഇത് കണ്ടപ്പോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മകൾ പറഞ്ഞു, വാ കർബ അബ്താഹ്, എന്റെ ഉപ്പാക്ക് എന്തൊരു വേദനയാണ്, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള സൃഷ്ടി, അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ എല്ലാവരും എടുക്കുക, മലക്കുകൾ, ജിന്നുകൾ, മനുഷ്യന്മാർ, അതുപോലെ തന്നെ ജന്തുജീവജാലങ്ങൾ, ആകാശങ്ങൾ, ഭൂമി, എല്ലാത്തിനും എടുക്കുക. അതിലെല്ലാം അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള സൃഷ്ടി ആരാണ്?
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണസമയത്ത് അനുഭവിക്കുന്ന വേദന കണ്ടിട്ട് മകൾ പറയുകയാണ്, എന്റെ ഉപ്പാക്ക് എന്തൊരു വേദനയാണിത്, എന്തൊരു വേദനയാണ്. ഇതൊരിക്കലും ഒരു മുസീബത്ത് ബാധിച്ചതിന്റെ നിരാശയിലോ അതല്ലെങ്കിൽ മരണം അടുക്കുന്നതിന്റെ പേരിൽ നിയാഹത്ത് നിരോധിച്ചിട്ടുള്ള കാര്യമാണ്. അഥവാ നെഞ്ചത്തടിച്ച് കരയുക, ആ നിലക്കല്ല. മരണാസന്നമായ ഒരാളുടെ വേദനയെ അറിയിക്കുന്നു മാത്രം. ഫഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കേട്ടപ്പോൾ പറഞ്ഞു, ലൈസ അലാ അബീക് കർബുൻ ബഅദൽ യൗം, നിന്റെ ഉപ്പാക്ക് ഇന്നല്ലാതെ ഇനി ഒരു വേദനയില്ല, ഒരു ഞെരുക്കുമില്ല, ഒരു ബുദ്ധിമുട്ടുമില്ല എന്ന് പറഞ്ഞു. ഇത് അവസാനത്തെയാണ്, അഥവാ മരണം അടുത്തിട്ടുണ്ട്, മരിക്കാനായിട്ടുണ്ട്. മരണത്തിന് ശേഷം സ്വർഗത്തിലെ ഏറ്റവും ഉന്നതമായ സ്ഥാനങ്ങളിലേക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോകുന്നത്. ഇതിന് ശേഷം ഇനിയൊരു വേദനയും ബുദ്ധിമുട്ടും ഇല്ല എന്നുള്ളത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും അധികം പരീക്ഷിച്ചിട്ടുള്ളത് നബിമാരെയാണ്, പിന്നെ സ്വാലിഹീങ്ങളെ, പിന്നെ അതിനോട് അടുത്ത് നിൽക്കുന്ന ആളുകളെ. അപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്തെങ്കിലും രോഗമോ ബുദ്ധിമുട്ടോ ഞെരുക്കമോ ഒക്കെ വരുമ്പോഴേക്കും ഒരിക്കലും നിരാശപ്പെട്ട് എനിക്കെന്താ ഇങ്ങനെ വിധിച്ചത്, എനിക്കെന്താ ഇങ്ങനെ വന്നത് എന്നല്ല നമ്മൾ ആലോചിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പരീക്ഷിക്കാൻ തെരഞ്ഞെടുത്തു. അതുകൊണ്ട് ആ ഒരു പരീക്ഷണത്തിൽ ഞാൻ എന്ത് നിലപാടെടുക്കണം, അതായിരിക്കണം നമ്മൾ ആലോചിക്കേണ്ടത്. എനിക്ക് എന്തുകൊണ്ട് ഇങ്ങനെ വന്നു എന്നല്ല, ഇങ്ങനെ വന്നാൽ ഞാൻ എന്ത് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇനി ഇല്ല എന്ന് പറഞ്ഞു. ഫലമ്മ മാത, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായപ്പോൾ ഖാലത്ത് ഫാത്തിമ റളിയല്ലാഹു അൻഹ പറഞ്ഞു, യാ ബതാ, എന്റെ ഉപ്പ, അഥവാ വിഷമത്തോടുകൂടി പറയാൻ, അജാബ റബ്ബൻ ദആ, റബ്ബിന്റെ വിളിക്ക് എന്റെ ഉപ്പ അതാ ഉത്തരം ചെയ്തിരിക്കുന്നു. റബ്ബിന്റെ വിളിക്ക് എന്റെ ഉപ്പ ഉത്തരം ചെയ്തിരിക്കുന്നു. യാ ബതാ മൻ ജന്നത്തുൽ ഫിർദൗസ് മഅവാ, എന്റെ ഉപ്പ, ആ ഉപ്പാന്റെ അഭയസ്ഥാനം, മടങ്ങിച്ചെല്ലാനുള്ള സ്ഥാനം അത് സ്വർഗമാണ്, ജന്നത്തുൽ ഫിർദൗസ് ആണ്. സ്വർഗത്തിലെ ഏറ്റവും ഉന്നതമായ ഔസത്തായിട്ടുള്ള അർശിന്റെ നേരെ താഴെ വരുന്ന സ്ഥലമാണ് ജന്നത്തുൽ ഫിർദൗസ്. തേടുമ്പോൾ ജന്നത്തുൽ ഫിർദൗസ് തേടാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞിട്ടുണ്ട്. അത് അഭയസ്ഥാനമായിട്ടുള്ള എന്റെ ഉപ്പ. യാ ബതാ ഇലാ ജിബ്രീൽ നൻആ, വിഷമത്തോട് കൂടി എന്റെ ഉപ്പ മരണപ്പെട്ടിട്ടുണ്ട്, ജിബ്രീലിനോട് ഇതാ ഞങ്ങളിതാ മരണവാർത്ത അറിയിക്കുന്നു. ജിബ്രീൽ അലൈഹിസ്സലാം അള്ളാഹുവിൽ നിന്ന് വഹയുമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കിലേക്ക് വരുന്ന മലക്കാണ്. ആ മലക്കിനോട് ഇതാ ഞങ്ങൾ മരണവാർത്ത അറിയിക്കുന്നു എന്ന് പറഞ്ഞു. ഫലമ്മ ദുഫിന, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായിട്ട് 3 ദിവസങ്ങൾക്ക് ശേഷം മറമാടിക്കഴിഞ്ഞപ്പോൾ ഖാലത്ത്, അവിടുന്ന് പറഞ്ഞു, ഫാത്തിമ റളിയല്ലാഹു അൻഹ, ഫാത്തിമ റളിയല്ലാഹു അൻഹ പറഞ്ഞു, അതാബത് അൻഫുസുകും അൻ തഹ്തു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തുറാബ്. അനസ് റളിയല്ലാഹു അൻഹുവിനോടും മറ്റുള്ള സഹാബികളോടും ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എങ്ങനെ സാധിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ മണ്ണിടാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് സാധിച്ചത് എന്ന് വിഷമം കൊണ്ട് ഫാത്തിമ റളിയല്ലാഹു അൻഹ ചോദിക്കുകയാണ്. കാരണം അങ്ങേയറ്റം വിഷമമുള്ള, അങ്ങേയറ്റം ദുഃഖമായിട്ടുള്ള സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തെ മറമാടാൻ എങ്ങനെയാണ് സാധിച്ചത് എന്ന് ഫാത്തിമ റളിയല്ലാഹു അൻഹ ചോദിക്കുകയാണ്. റവാഹുൽ ബുഖാരി ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. ഇവിടെ സബറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഭാഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കാണ്, ലാ കർബ അലാ അബീക് ബഅദൽ യൗം, ഇന്നേ ദിവസത്തിന് ശേഷം ഇനിയൊരു വേദന നിന്റെ ഉപ്പാക്കില്ല എന്നുള്ളത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ദുനിയാവിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും ഞെരുക്കങ്ങളും വേദനകളും നാം മനസ്സിലാക്കണം. ദുനിയാവിൽ അതുണ്ടാകും. ദുനിയാവ് എന്നുള്ളത് അതിനുള്ളതാണ്. എല്ലാ സൗകര്യവും എല്ലാ സുഖമാണെങ്കിൽ സ്വർഗവും ദുനിയാവും തമ്മിൽ എന്താ വ്യത്യാസം ഉണ്ടാവുക? ദുനിയാവിൽ അതുണ്ടാവും. അതിൽ ക്ഷമിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതാ ഇവിടെ അതുള്ളൂ എന്നുള്ളത് പറഞ്ഞു. ആ വാക്ക് അതാണ് സബറുമായി ബന്ധപ്പെട്ട് ഈ ഹദീസ് കൊടുക്കാനുള്ള കാരണം. وعن أبي زيد أسامة بن زيد بن حارثة مولى رسول الله صلى الله عليه وسلم وحبه وابن حبه رضي الله عنهما. أبو زيد أسامة بن زيد بن حارثة مولى رسول الله صلى الله عليه وسلم. أسامة رضي الله عنه സെയ്ദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹുവിന്റെ മകനാണ്. സെയ്ദ് ഇബ്നു ഹാരിസ അറിയാം, ഖദീജ റളിയല്ലാഹു അൻഹയുടെ അടിമയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹദിയായിട്ട് ഖദീജ റളിയല്ലാഹു അൻഹ നൽകിയതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മോചിപ്പിച്ച് മൗലായായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മോചിപ്പിച്ച അടിമ യജമാനോടൊപ്പം നിൽക്കുന്നതിനാണ് പൊതുവെ മൗല എന്ന് ഉപയോഗിക്കാറുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒപ്പം നിന്നു. എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാലത്ത് സെയ്ദ് ഇബ്നു മുഹമ്മദ് എന്ന് വരെ പറയുന്ന അവസ്ഥയുണ്ടായിരുന്നു. മുഹമ്മദിന്റെ മകനായ സെയ്ദ്, കാരണം അത്രത്തോളം പ്രിയപ്പെട്ട ആളായിരുന്നു, വളർത്തു മകനായിരുന്നു സെയ്ദ് റളിയല്ലാഹു അൻഹു.
സെയ്ദ് റളിയല്ലാഹു അൻഹുവിന്റെ മകനാണ് ഉസാമ റളിയല്ലാഹു അൻഹു. സെയ്ദ് റളിയല്ലാഹു വിവാഹം സൈനബ് ബീവിയുമായിട്ടുള്ള വിവാഹം എല്ലാം നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അതിനുശേഷം സെയ്ദ് റളിയല്ലാഹു വിവാഹം കഴിച്ചത് ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മയായ ആമിന ബീവിയുടെ ജാരിയത്ത് അടിമപ്പെണ്ണായിരുന്നു ഉമ്മു ഐമൻ. ആമിന ബീവി മരണപ്പെട്ട സമയത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നോക്കിയതും പരിചരിച്ചതുമെല്ലാം ഉമ്മു ഐമനാണ്. അവരെയാണ് സെയ്ദ് റളിയല്ലാഹു പിന്നീട് വിവാഹം കഴിച്ചത്. ആ സെയ്ദ് റളിയല്ലാഹുവിന് ഉമ്മു ഐമനിൽ ഉണ്ടായ മകനാണ് ഉസാമ റളിയല്ലാഹു അൻഹ. ഇവിടെ പറഞ്ഞു കാണാം വഹിബ്ബിഹി വബിനി ഹിബ്ബിഹി റളിയല്ലാഹു അൻഹുമാ. ഉസാമ റളിയല്ലാഹുവിനെ ഹിബ്ബ് എന്ന് പറഞ്ഞാൽ വളരെയധികം പ്രിയപ്പെട്ടവൻ എന്നുള്ള അർത്ഥം. ഉസാമ റളിയല്ലാഹു പ്രേയപ്പെട്ടതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക്. സെയ്ദ് റളിയല്ലാഹു ഹിബ്ബുർ റസൂൽ എന്ന് അറിയപ്പെടാറ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേയറ്റം ഇഷ്ടമുള്ള പ്രിയപ്പെട്ട ആളായിരുന്നു സെയ്ദ് റളിയല്ലാഹു. മകൻ ഉസാമ റളിയല്ലാഹുവിനെയും അതേപോലെ തന്നെ വളരെ ഹസൻ ഹുസൈൻ എന്നിവരോടൊപ്പം സ്നേഹിച്ചിരുന്ന ആളാണ് ഉസാമ റളിയല്ലാഹു അൻഹു. അപ്പോ ഉസാമ റളിയല്ലാഹു ഉദ്ധരിക്കുകയാണ്, അർസലത് ബിൻതു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്ത് ശ്രേഷ്ഠരായ ചില സഹാബികളോടൊപ്പം ഇരിക്കുകയാണ്. ആ ഇരിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്ക് ഒരു മകൾ ഒരാളെ പറഞ്ഞയച്ചു. ഇന്ന ബനി ഖദ് തുദിറ ഫഷ്ഹദ്ന. എന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മകൾ അറിയിച്ചത് എന്റെ മകൻ മരണത്തോടടുത്തിട്ടുണ്ട്. ചെറിയ കുട്ടി, പേരക്കുട്ടി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരക്കുട്ടി മരിക്കാനായിട്ടുണ്ട്. അപ്പൊ മോള് ഒരാളെ പറഞ്ഞയക്കാണ്. നമ്മൾ ആലോചിക്കണം, ഒരു വല്ലിപ്പാന്റെ അടുത്തേക്ക് മകളുടെ കുട്ടി മരിക്കാനായപ്പോ ആളെ പറഞ്ഞയക്കാണ്, ഞങ്ങളുടെ അടുത്തേക്ക് വരണം എന്ന് പറഞ്ഞിട്ട്. ഫാർസല യുഖ്രി ഉസ്സലാം. അപ്പൊ ഈ വന്ന ആളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ച് പറഞ്ഞയച്ചു, മകളുടെ അടുത്തേക്ക് തിരിച്ച് പറഞ്ഞയച്ചു. വയഖൂൽ, എന്നിട്ട് പറഞ്ഞു, ഇന്ന ലില്ലാഹി മാ അഖദ. അള്ളാഹുവിൻ്റെതാണ് അള്ളാഹു എടുക്കുന്നത്. അള്ളാഹു എടുക്കുന്ന റൂഹകളാവട്ടെ, ഇനിയിപ്പോ എന്ത് കാര്യമാവട്ടെ, നമ്മുടെ സമ്പത്താവട്ടെ, ആരോഗ്യമാവട്ടെ, നമ്മുടെ ജീവനാവട്ടെ, എന്തുമാവട്ടെ, അത് അള്ളാഹുവിൻ്റെതാണ്. വലഹു മാ അഅത. നൽകിയ കാര്യങ്ങൾ, നമുക്ക് ലഭിക്കുന്ന എന്ത് കാര്യമാവട്ടെ, നമ്മുടെ ജീവൻ, നമ്മുടെ ആരോഗ്യം, നമ്മുടെ ശരീരം, നമ്മുടെ സൗന്ദര്യം, നമ്മുടെ സമ്പത്ത്, നമുക്ക് ഇണകൾ, മക്കൾ, എല്ലാം അള്ളാഹു നൽകിയതാണ്. വകുല്ലു ശൈഇൻ ഇൻദഹു ബിഅജലിൻ മുസമ്മ. അള്ളാഹുവിന്റെ അടുക്കൽ ഓരോന്നിനും നിർണയിക്കപ്പെട്ട ഒരു അവധിയുണ്ട്. നമ്മുടെ ജീവന് ഇവിടെ ഒരു അവധിയുണ്ട്, അതിനുശേഷം നമുക്കിവിടെ ജീവിക്കാനൊന്നും പറ്റൂല. നമ്മുടെ സമ്പത്തിന് ഒരു പരിധിയുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യത്തിനൊരു പരിധിയുണ്ട്, നമ്മുടെ സന്താനങ്ങൾക്ക് എല്ലാത്തിനും കൃത്യമായിട്ടുള്ള ഒരു സമയപരിധിയുണ്ട്. ഫൽതസ്ബിർ വൽതഹ്തസിബ്. എന്നിട്ട് ആ വന്ന ആളോട് പറയാണ്, അവള് ക്ഷമിക്കട്ടെ, അവള് പ്രതിഫലം പ്രതീക്ഷിക്കട്ടെ. അവള് കുട്ടി മരിക്കുന്നതിൽ മകൾ ക്ഷമിക്കട്ടെ, അവൾ പ്രതിഫലം പ്രതീക്ഷിക്കട്ടെ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, ഈ ഒരു സന്ദർഭം ആലോചിച്ച് നോക്കി. ഒരു വല്യപ്പാന്റെ അടുത്തേക്ക് മകളുടെ കുട്ടി മരിക്കാനായി വേഗം വരണം എന്ന് പറയുമ്പോൾ വല്യപ്പ പറയാണ്, തിരിച്ചിത് പറഞ്ഞു കൊടുത്താൽ മതി, അവളോട് ക്ഷമിക്കാൻ പറയുന്നത് പറഞ്ഞിടാണ്. നമ്മളാണെങ്കിൽ എന്ത് ചെയ്യുക, നമ്മൾ ആകെ ബേജാറായി എണീറ്റ് ഓടുന്ന അവസ്ഥ സ്വാഭാവികമാണ്, മാനുഷികമാണ്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവളോട് ക്ഷമിക്കാൻ പറയും, പ്രതിഫലം പ്രതീക്ഷിക്കാൻ പറയും. എടുക്കുന്ന നോക്കുക അള്ളാഹിന്റെ നൽകുന്ന അള്ളാഹ് എന്നാണെങ്കിൽ അള്ളാഹ് തിരിച്ചെടുക്കും പറഞ്ഞു. ഫാർസലത് ഇലൈഹി തുഖ്സിമു അലൈഹി ലയഅതിയന്നഹ. അപ്പൊ ഇത് പോയിട്ട് മകളോട് പറഞ്ഞ് മകള് വീണ്ടും ഇയാളെ പറഞ്ഞയച്ചു, എന്തായാലും നിങ്ങൾ വന്നേ പറ്റുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എന്തായാലും നിങ്ങൾ ഇങ്ങോട്ട് വരണം എന്ന നിലയ്ക്ക് പറഞ്ഞു. ഫഖാമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സദസ്സിൽ എഴുന്നേറ്റു. വമഅഹു സഅദ് ഇബ്നു ഉബാദ. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒപ്പം സഅദ് ഇബ്നു ഉബാദ, ഖസ്റജ് ഗോത്രത്തിന്റെ നേതാവായിട്ടുള്ള സഅദ് ഇബ്നു ഉബാദ ഉണ്ട്, മുആദ് ഇബ്നു ജബൽ ഉണ്ട്, ഉബയ്യ് ഇബ്നു കഅബ്, വസൈദ് ഇബ്നു സാബിത്ത്, വരിജാലു റളിയല്ലാഹു അൻഹും. ഈ പറഞ്ഞ സഹാബികൾ പ്രത്യേകം പേരെടുത്ത് പറയാൻ, സഹാബികൾ ഏറ്റവും ശ്രേഷ്ഠരായിട്ടുള്ള സ്ഥാനത്തുള്ള ആളുകളാണ്. സഹാബികളെ ചരിത്രം അറിയുന്ന ആളുകൾക്ക് അറിയാം, ഈ പറഞ്ഞ സഹാബികൾ ഓരോരുത്തരും വളരെയധികം ഓരോ മേഖലയിൽ ശ്രേഷ്ഠരായിട്ടുള്ള ആളുകളാണ്. അങ്ങനെ വേറെയും കുറച്ച് സഹാബികളുണ്ട്, അവരൊപ്പം പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒപ്പം. ഫറുഫിഅ ഇലാ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്സബി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ എത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കിലേക്ക് ചെറിയ കുട്ടിയാണ്, മരിക്കാനായിട്ടുണ്ട്, മരണം അടുത്തിട്ടുണ്ട്. ഈ കുട്ടിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കയ്യിൽ കൊടുത്തു. ഫഖഅദഹു ഫീ ഹിജ്രിഹി വനഫ്സുഹു തഖഅഖ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹിജ്റിൽ പിന്നെ വീട്ടിൽ എന്ത് ചെയ്തു, ഇരുന്നു. ആ കുട്ടി ജീവൻ പോകാനായിട്ടുള്ള കുട്ടി, തഖഅഖ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ജീവൻ പോകുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരു ശബ്ദം ഉണ്ടല്ലോ, ആ മിടിപ്പുണ്ടല്ലോ, ആ അവസ്ഥയിൽ കുട്ടി ഇങ്ങനെ മിടിച്ചോണ്ടിരിക്കുകയാണ്. അപ്പോ ആ കുട്ടിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കയ്യിൽ വെച്ചിട്ട് അവിടെ ഇരുന്നു. ഫഫാവത് ഐനാഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണ് നിറഞ്ഞു.
ഫഖാല സഅദ്, അപ്പോൾ ഇത് കണ്ടപ്പോൾ സഅദ് ബിൻ ഉബാദക്ക് അത്ഭുതമായി. സഅദ് ബിൻ ഉബാദ വിചാരിച്ചു അള്ളാഹുവിന്റെ വിധിയിൽ നിരാശപ്പെട്ടിട്ട് ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കരയുന്നത്. അള്ളാഹു വിധിച്ചൊരു കാര്യത്തിൽ എന്തോ ഇങ്ങനെ മരണപ്പെട്ടല്ലോ അല്ലെങ്കിൽ മരണം സംഭവിച്ചല്ലോ, അള്ളാഹുവിന്റെ വിധി ഇങ്ങനെ ആയല്ലോ, ആ നിരാശയിലാണ് കരയുന്ന നിലക്ക് സഅദ് ബിൻ ഉബാദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് മാ ഹാദാ, റസൂലേ ഇതെന്താ അത്, നിങ്ങൾ ഈ കരയുന്നതിന് എന്തിനാ ഈ കരയണത് എന്ന് നിലക്ക് ചോദിച്ചു. ഫഖാല, അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹാദിഹി റഹ്മത്തുൻ ജഅലഹു അല്ലാഹു തആല ഫീ ഖുലൂബി ഇബാദിഹി, ഇത് കാരുണ്യമാണ്. ഈ മരണപ്പെടുന്ന മരിക്കാനായി കിടക്കുന്ന ആ അവസാന അവസ്ഥയിലെത്തിയ കുട്ടിയോട് തോന്നുന്ന കാരുണ്യമാണിത്. ഇത് അടിമകളുടെ ഖൽബിൽ അള്ളാഹു വെച്ചിട്ടുള്ളതാണെന്ന് പറഞ്ഞു. വഫീ റിവായത്തിൽ, മറ്റു റിവായത്തിൽ, ഫീ ഖുലൂബി മൻ ശാഅ മിൻ ഇബാദിഹി വഇന്നമാ യർഹമുല്ലാഹു മിൻ ഇബാദിഹി അർറഹമാ. എന്നിട്ട് വേറെ റിവായത്തിൽ കാണാം അള്ളാഹു തആല അള്ളാഹു ഉദ്ദേശിക്കുന്ന അടിമകളിൽ ഖൽബിൽ വെച്ചിട്ടുള്ളതാണ് കാരുണ്യം കാണിക്കുന്നവരോട് അള്ളാഹുവും കാരുണ്യം കാണിക്കും. വമഅന തഖഅക തഹറകു വതൽതരിബു, തഖഅക എന്നുള്ള വാക്കിന്റെ അർത്ഥം ഇളകുക എന്നുള്ള അർത്ഥം ഇമാം നവവി ഗരീബായ വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. ഈ ഹദീസ് നമ്മൾ വളരെയധികം ചിന്തിക്കേണ്ട ഒരു ഹദീസാണ്. ഒന്ന് ദുആ തഅസിയ, ഒരാളുടെ ആരെങ്കിലും മരണപ്പെട്ടു എന്ന് വിചാരിക്കാം. ഇപ്പോൾ നമ്മുടെ കൂട്ടുകാരന്റെ പിതാവോ മക്കളോ കുടുംബക്കാരോ ആരെങ്കിലും ഒക്കെ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവനെ സാന്ത്വനിപ്പിക്കാനുള്ള ദുആഇന്റെ ലഫ്ളാണ് ഇന്ന ലില്ലാഹി മാ അഖദ വമാ അഅത വകുല്ലു ഷൈഇൻ ഇൻദഹു ബിഅജലിൻ മുസമ്മ ഇസ്ബിർ ഇഹ്തസിബ് എന്നുള്ള വാക്ക് ദുആ തഅസിയ എന്ന് പറയും. തഅസിയത്ത് ചെയ്യുമ്പോൾ ആശ്വസിപ്പിക്കുമ്പോൾ പറയേണ്ട വാക്കാണിത്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളതാണ്. വേറെ പല വാക്കുകളും പലരും ഉപയോഗിച്ച് വരാറുണ്ട്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വാക്ക് ഇതാണ്. ആരുടെയെങ്കിലും പ്രിയപ്പെട്ടവർ മരണപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ സമാധാനിപ്പിക്കേണ്ട വാക്ക് ഈ വാക്കുകൊണ്ടാണ് സമാധാനിപ്പിക്കേണ്ടത്. അപ്പോൾ ഈ ഹദീസ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം നമ്മളൊന്ന് ആലോചിക്കണം, നമ്മുടെ ആരെങ്കിലും പ്രിയപ്പെട്ടവരുടെ മരണം ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് നിലപാടാണ് എടുക്കുക, നമ്മൾ ഏത് നിലയിലാണ് നിൽക്കുക. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം പോയി പറയാൻ വിടാണ്, ക്ഷമിക്കാൻ പറയും, അള്ളാഹു തന്നത് അള്ളാഹു തിരിച്ചെടുക്കും, അതിൽ നമുക്കൊന്നും ചെയ്യാനില്ല, അതുകൊണ്ട് ക്ഷമിക്കാൻ പറയും എന്ന നിലക്കാണ് ആദ്യം പറഞ്ഞു വിടുന്നത്. പിന്നെയാണ് എന്തായാലും വരണമെന്ന് പറഞ്ഞപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയിട്ട് ഈ വാക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ദുനിയാവിൽ ക്ഷമിക്കാനുള്ള, നമുക്ക് എന്ത് മുസീബത്ത് ബാധിച്ചാലും ക്ഷമിക്കാനുള്ള ഏറ്റവും അടിസ്ഥാന ചിന്തയാണിത്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നമ്മുടേതായിട്ട് എന്തുണ്ടോ, നമ്മുടെ ആരോഗ്യമോ സൗന്ദര്യമോ സമ്പത്തോ നമ്മുടെ മക്കളോ കുടുംബമോ വാഹനമോ വീടോ എന്തോ ആവട്ടെ, അതൊക്കെ അല്ലാഹു തന്നതാണ്. ഇന്നാ ഇലൈഹി റാജിഊൻ, അള്ളാഹുവിലേക്ക് മടങ്ങാനുള്ളതുമാണ്. അതുകൊണ്ടാണ് ഏതെങ്കിലും മുസീബത്ത് ബാധിക്കുമ്പോൾ ഈ വാക്ക് പറയുന്നത്. ഇതെന്തോ വേറെന്തോ വാക്കാണ്, ദുആ ആണെന്നൊക്കെ ചില ആളുകൾ ധരിച്ചു പോകാറുണ്ട്. ഇത് നമ്മളോട് തന്നെ ബോധ്യപ്പെടുത്തേണ്ട, നമ്മുടെ വിശ്വാസത്തെ അറിയിക്കുന്ന ഒരു വാക്കാണ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നുള്ളത്. നമ്മൾ ആലോചിച്ചു നോക്കിയും ഒരുപാട് ചരിത്രങ്ങളിൽ ധാരാളം സംഭവങ്ങൾ ഇതിനെ അറിയിക്കുന്ന സഹാബികളുടെ സംഭവങ്ങൾ കാണാൻ സാധിക്കും. പല സന്ദർഭങ്ങളിലും തൻ്റെ കുട്ടി മരിച്ചിട്ട്, പിന്നെ റുമൈസ ബിൻത് മിൽഹാൻ എന്ന സഹാബി വനിത, കുട്ടി മരണപ്പെട്ടിട്ട് പിന്നെ ഭർത്താവ് യാത്ര കഴിഞ്ഞ് വരുമ്പോൾ ഭർത്താവിനെ അറിയിക്കാതെ ഭർത്താവിനെ ഏറ്റ രീതിയിൽ സമാധാനിപ്പിച്ച് സന്തോഷിപ്പിച്ച് ഭർത്താവിനോട് പറയാണ്, നമുക്ക് എന്തെങ്കിലും ഒരു ആളുകൾ എന്തെങ്കിലും തന്നു കഴിഞ്ഞാൽ അത് തിരിച്ചു ചോദിക്കുമ്പോൾ തിരിച്ചു കൊടുക്കാതിരിക്കാൻ പറ്റുമോ, തിരിച്ചു കൊടുക്കൂല എന്ന് പറഞ്ഞാൽ ശരിയാണോ? ഭർത്താവ് പറഞ്ഞില്ല, എന്തായാലും തിരിച്ചു കൊടുക്കണം. എന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ മകന്റെ കാര്യത്തിൽ പ്രതിഫലം പ്രതീക്ഷിക്കുക, അല്ലാഹു തആല മകനെ തിരിച്ചെടുത്തിട്ടുണ്ട് എന്നുള്ളത്. അപ്പൊ ഇതാണ്, നമുക്ക് ഒരാളൊരു കാര്യം നമ്മളെ ഏൽപ്പിച്ചു, അത് തിരിച്ചയാൾ ചോദിച്ചാൽ എന്ത് ചെയ്യണം? തിരിച്ചു കൊടുക്കണം. അതുപോലെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്ന എന്തും നമ്മുടെ കാഴ്ച ശക്തിയോ കേൾവി ശക്തിയോ ആരോഗ്യമോ എന്തോ ആവട്ടെ, അള്ളാഹു തന്നാണ്. അള്ളാഹു തിരിച്ചെടുത്ത് നമുക്ക് നിരാശപ്പെട്ടിട്ടോ അതിൽ ഖേദിച്ചിട്ടോ അല്ലെങ്കിൽ അതിൽ കുഫറിന്റെ വാക്കുകൾ പറഞ്ഞിട്ടോ നന്ദികേട് കാണിച്ചിട്ടോ ഒരു കാര്യമില്ല. അത് എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഏത് മുസീബത്തിലും ക്ഷമിക്കാൻ പ്രേരണയേകുന്ന, നമ്മെ ഉറപ്പിച്ച് നിർത്തുന്ന ഒരു വിശ്വാസമാണത്. സലഫുകൾ പറയാറുള്ളത് പോലെ ദുനിയാവിലെല്ലാം വിരുന്നുകാരാണ്. നമുക്ക് കിട്ടുന്ന കാര്യമൊക്കെ കടമാണ്. വിരുന്നുകാർ തിരിച്ചു പോവുകയും ചെയ്യും, കടം തിരിച്ചു വീട്ടേണ്ടതുമാണ്. ഒന്നും ഇവിടെ ശാശ്വതമായിട്ട് നമുക്കുണ്ടാവുകയില്ല. അപ്പോൾ അതാണ് സബറിന്റെ ഏറ്റവും വലിയ പാഠമാണ് ഇതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ളത്. നമ്മൾ ക്ഷമിക്കേണ്ട, പലപ്പോഴും പല ആളുകൾക്കും ക്ഷമിക്കാൻ സാധിക്കാതെ പോകുന്നൊരു സന്ദർഭമാണത്. ചെറിയ കുട്ടികൾ മരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ക്ഷമ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സന്ദർഭമാണ്. പക്ഷെ ഒരു മുഅ്മിൻ അവിടെയും ഈ ഒരു വിശ്വാസത്തിൽ ക്ഷമ പാലിക്കേണ്ടതാണ്.
അടുത്ത ഹദീസ് കുറച്ച് വലുതാണ്, ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ദർസിൽ വായിക്കാം. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.